അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരും കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കഥ പറയാം. ഒരിക്കൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിനോട് നബിതങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഈ കവാടത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. ഇത്രമാത്രം സൗഭാഗ്യവനായ ആൾ ആരായിരിക്കുമെന്നറിയാൻ അവർക്ക് ആകാംക്ഷ കൂടി. അല്പസമയം കഴിഞ്ഞപ്പോൾ സെയ്ദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കവാടത്തിലൂടെ കടന്നു വന്നു. നബിതങ്ങൾ പോയതിനു ശേഷം അബ്ദുല്ലാഹി ബിനു അംറുബ്നുൽ അസ് റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, 3 നാളുകൾക്ക് ഞാൻ വീട്ടിലേക്ക് പോവില്ലെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ താങ്കളുടെ അടുത്ത് തങ്ങാൻ അനുവദിക്കണം. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് എന്തുകൊണ്ടാണ് ഇത്രയും സ്ഥാനം ലഭിച്ചത് എന്ന് നിരീക്ഷിക്കാനാണ് അംർ റളിയല്ലാഹു അൻഹു ഈ പണി ഒപ്പിച്ചത്. അങ്ങനെ അംർ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് രാപ്പാർത്തു. 1-ാം രാത്രി കഴിഞ്ഞു. നിർബന്ധമായ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 3 രാത്രിയും പകലും കഴിഞ്ഞു. പ്രത്യേകിച്ചൊരു ആരാധന അദ്ദേഹം ചെയ്യുന്നത് കണ്ടില്ല. അങ്ങനെ ഇരിക്കെ അംർ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സദസ്സിൽ വെച്ച് 3 തവണ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഈ കവാടത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും എന്ന് പറയുകയും ആ തവണകളിൽ താങ്കൾ കടന്നു വരികയും താങ്കൾ ചെയ്യുന്ന പുണ്യങ്ങൾ നോക്കിക്കാണാനും അതിൽ താങ്കളെ അനുകരിക്കാനും അങ്ങനെ താങ്കൾ എത്തിപ്പിടിച്ചത് നേടിയെടുക്കാനും വേണ്ടിയാണ് ഞാൻ താങ്കളുടെ അടുത്ത് വന്നത്. പക്ഷേ കൂടുതൽ പുണ്യങ്ങൾ അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്ത് പുണ്യം കൊണ്ടാണെന്ന് പറഞ്ഞു തരാമോ? സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊരു ആരാധനയില്ല. പക്ഷേ മുസ്ലിംകളിൽ എനിക്ക് ഒരാളോട് പോലും എനിക്ക് ദേഷ്യമോ വിദ്വേഷമോ ഇല്ല. ഒരാളെ പറ്റിയും ഞാൻ തിന്മ പറയില്ല. ഇത് കേട്ടപ്പോൾ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊക്കെയാണ് താങ്കളെ സ്വർഗത്തിലെത്തിച്ചത്. ഒരാളോട് ദേഷ്യപ്പെടാതെ ചീത്ത പറയാതെ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് മുഹമ്മദ് സയാൻ ബിൻ ഷാഫി. അസ്സലാമു അലൈക്കും. നബിയുടെ വേർപ്പ് സുഗന്ധമായി ഉപയോഗിച്ച സ്വഹാബി വനിതയെ അറിയുമോ നിങ്ങൾക്ക്? മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. ഒരിക്കൽ അവർ പറയുകയുണ്ടായി, എൻ്റെ മകന് ശക്തമായ രോഗം പിടിപെട്ടു. രോഗവിവരം പറയാൻ എൻ്റെ ഭർത്താവ് അബൂ തൽഹ നബിതങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് എൻ്റെ മകൻ മരണപ്പെട്ടു. നബിതങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. കുട്ടി മരണപ്പെട്ടത് അദ്ദേഹത്തിനോട് ഞാൻ അറിയിച്ചില്ല. അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഞങ്ങൾ സന്തോഷത്തോടെ കിടന്നു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഒരാൾ നമുക്കൊരു വസ്തു സൂക്ഷിക്കാൻ തന്നാൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും കൊടുക്കണം. അള്ളാഹുവിൽ നിന്നുള്ളൊരു വായ്പ വസ്തുവല്ലേ നമ്മുടെ മകൻ. അള്ളാഹു അവനെ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അബൂ തല്ലിക്ക് കാര്യം പിടികിട്ടി. പിറ്റേ ദിവസം
അവർ നബിതങ്ങളുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളെല്ലാം അനുഗ്രഹിച്ചു. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നബിതങ്ങളുടെ ദുആയിൽ ഫലമായി ഖുർആൻ പണ്ഡിതന്മാരിൽ അവർക്ക് 7 മക്കളുണ്ടായി. കൂട്ടുകാരെ, നമുക്ക് എന്ത് പ്രയാസമുണ്ടായാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുകയാണ് വേണ്ടത് എന്നാണ് നമ്മുടെ ഉമ്മു സുലൈം ബീവി നമ്മെ പഠിപ്പിച്ചത്. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് അഹ്മദ് ആദിൽ ബിൻ ഹനീഫ്. അസ്സലാമു അലൈക്കും. പിഞ്ചു കുഞ്ഞിയായ സമയത്ത് സംസാരിച്ച ഒരു കുട്ടിയെ കുറിച്ചാണ് എൻ്റെ കഥ. ഒരിക്കൽ ആ കുട്ടി ഉമ്മയുടെ മടിയിലിരുന്ന് പാൽ കുടിക്കുകയായിരുന്നു. അന്നേരം വഴിയിലൂടെ കടന്നു പോകുന്നവർ വാഹനയാത്രികനെ കണ്ടു. ഉമ്മ ഇങ്ങനെ പറഞ്ഞു, നാഥ, എൻ്റെ മകനെ അദ്ദേഹത്തെ പോലെ ആക്കരുതെന്ന്. അപ്പോൾ ആ കുഞ്ഞ് യാത്രികരെ നോക്കി പ്രതികരിച്ചു, അല്ല, എന്നെ ഇദ്ദേഹത്തെ പോലെ ആക്കരുതെന്ന്. അങ്ങനെയായിരിക്കെ ജനങ്ങളൊക്കെ മോശക്കാരിയാണെന്ന് ആക്ഷേപിക്കപ്പെട്ട ഒരു സ്ത്രീ അതുവഴി നടന്നു പോയി. അപ്പോൾ ഉമ്മ പറഞ്ഞു, എൻ്റെ മകനെ ഇവരെ പോലെ ആക്കരുതെന്ന്. അപ്പോൾ കുഞ്ഞി സ്ത്രീയിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ, എന്നെ ഈ സ്ത്രീയെ പോലെ ആക്കണമെന്ന്. ഇത് കേട്ട് അമ്പറുന്ന ഉമ്മ ചോദിച്ചു, മോനെ, നീ എന്താണ് ഞാൻ പ്രാർത്ഥിച്ചതിനെതിരെ പ്രാർത്ഥിക്കാൻ കാരണം? അപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഉമ്മ, ആ വാഹനയാത്രികൻ അഹങ്കാരിയായിരുന്നു. എന്നാൽ പെണ്ണുജനങ്ങളൊക്കെ അവർ കുറിച്ച് മോശക്കാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ നല്ലവളാണ്. കൂട്ടുകാരെ, നാം അഹങ്കരിക്കരുത്, ആരെയും ആക്ഷേപിക്കുക ചെയ്യരുത്. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ത്വഹ ഹുസൈൻ ബിൻ അഫ്സൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയാൻ പോകുകയാണ്. ഒരിക്കൽ ഒരു സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നിങ്ങൾ നബി തങ്ങളിൽ നിന്ന് ദർശിച്ച ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്പനേരം ഒന്നും മിണ്ടിയില്ല. ശേഷം പറഞ്ഞു, ഒരു രാത്രിയിൽ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഈ രാത്രിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ എന്നെ അനുവദിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധിയായി നിസ്കരിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ കരയാൻ തുടങ്ങി. കരഞ്ഞ് അവിടുത്തെ കവിളിലും താടിയിലും നിസ്കരിക്കുന്ന സ്ഥലത്ത് പോലും കണ്ണുനീർ നിറഞ്ഞു. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സുബഹി കൊടുക്കാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കണ്ടിട്ട് ബിലാൽ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നബിയെ കരയുന്നത്? അവിടുന്ന് ഒരു തെറ്റും ചെയ്യാത്തവരല്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന്. നാം എല്ലാവരും അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവണം എന്നാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് ഐമൻ സജിദ്. അസ്സലാമു അലൈക്കും. ഒരിക്കൽ നബിയും പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹും മറ്റു ചില സ്വഹാബികളും ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചു. ഇത് കണ്ട് നബി തങ്ങൾ സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വല്ലാതെ തെറി വിളിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ദേഷ്യപ്പെട്ടു. അപ്പോൾ നബി തങ്ങൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത് കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നബി തങ്ങളുടെ പിന്നാലെ പോയി. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, അയാൾ കുറെ ചീത്ത വിളിച്ചപ്പോഴല്ല ഞാൻ തിരിച്ചു ദേഷ്യപ്പെട്ടത്. നബി തങ്ങൾ മറുപടി പറഞ്ഞു, നിന്നെ ചീത്ത വിളിച്ചപ്പോൾ ഒരു മൽക്കോയിന് മറുപടി പറഞ്ഞു. നീ തിരിച്ചു ദേഷ്യപ്പെട്ടപ്പോൾ ശൈത്താൻ ഇതപ്പെട്ടു. ഞാൻ ശൈത്താൻ ഉള്ള സ്ഥലത്ത് നിൽക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പ്രിയ കുട്ടികളെ, ഞങ്ങൾ ആരോടും അനാവശ്യമായി ദേഷ്യപ്പെടരുത്. അത് ശൈത്താന്റെ സ്വഭാവമാണ്. നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉണ്ട്. അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ആക്കിഫ് നൗഫൽ. അസ്സലാമു അലൈക്കും. നബി തങ്ങൾക്ക് വിഷം നൽകിയ യഹൂദി പെണ്ണിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ ഒരു യഹൂദിയായ സ്ത്രീ തങ്ങൾക്ക് വിഷം കലർത്തിയ ആട്ടിറച്ചി കൊടുത്തയച്ചു. നബി തങ്ങൾ അത് ഭക്ഷിക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇതിലെ ഒരു ഇറച്ചി കഷ്ണം എന്നോട് സംസാരിക്കുന്നുണ്ട്. വിഷം കലർത്തിയിട്ടുണ്ടെന്ന് അത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഭക്ഷിച്ചില്ല. കൂടെയുള്ളവരെ ഭക്ഷിക്കാൻ അയച്ചതുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. നബി തങ്ങളുടെ അടുത്തെത്തിയ ആ സ്ത്രീയെ ഈ ചേദിക്ക് നിന്ന് എന്താണ് പ്രേരിപ്പിച്ചത് ചോദിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾ ഒരു നബിയാണെങ്കിൽ നിങ്ങൾക്ക് ദിവ്യബോധം ലഭിക്കും എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളിൽ ജനങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് പരിശോധിച്ചതാണ്. നോക്കൂ, നമ്മുടെ നബിയോട് ക്രൂരമായി പെരുമാറിയിട്ടും നമ്മുടെ നബി ആ സ്ത്രീയെ നടപടിയെടുക്കാത്ത വെറുതെ വിട്ടു. ഇതാണ് നമ്മുടെ നബിയുടെ സ്വഭാവം. അസ്സലാമു അലൈക്കും. ഐദീൻ ഷംസുദ്ദീൻ. അസ്സലാമു അലൈക്കും. നബിയും സഹാബത്തും കിടങ്ങുകിടന്ന രംഗം. അസഹനീയമായ വിശപ്പ് കാരണം നബിയുടെ വയറ്റത്ത് കല്ല് കെട്ടിവെച്ചിരുന്നു. അന്നേക്ക് 3 ദിവസമായി അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട്. നബിയുടെ അവസ്ഥ കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് സമ്മതം ചോദിച്ച് വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് നബിയുടെ അവസ്ഥ പറഞ്ഞു. ഇവിടെ കുറച്ച് ഗോതമ്പും ഒരു പെണ്ണാടും ഉണ്ട്. ഭാര്യ പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു ആടിനറുത്ത് മാംസം വൃത്തിയാക്കി പാകം ചെയ്യാനുള്ള പാത്രത്തിലാക്കി ഗോതമ്പ് പൊടി കുഴിച്ചു വെച്ചു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് വിവരം അറിയിച്ചു. നബിയെ, അല്പം ഭക്ഷണം എൻ്റെ വീട്ടിലുണ്ട്. താങ്കളും 1 or 2 പേരും അങ്ങോട്ട് വന്നാലും വരാം. ഞാൻ വരുന്നത് വരെ ഇറച്ചിക്കല്ലും ചപ്പാത്തിയും അടുപ്പിൽ നിന്ന് നീക്കരുത്, നബി പറഞ്ഞു. അവിടെ കൂടിയ സഹാബികളോട് നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും വരിക, ജാബിർ നമുക്ക് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഭയം വന്നു. വീട്ടിലെത്തിയ നബി തങ്ങൾ അടുക്കളയിലേക്ക് പോയി. അടുപ്പത്ത് മാംസക്കറിയും ചപ്പാത്തിയും മൂടി വെച്ചിരിക്കുന്നു. നബി തങ്ങൾ അതെടുത്ത് തിരുകൈകൾ കൊണ്ട് വിളമ്പാൻ തുടങ്ങി. വിശന്ന് വലഞ്ഞ സഹാബികൾക്ക് വീണ്ടും വീണ്ടും വിളമ്പി കൊടുക്കുന്നു. എന്തൊരത്ഭുതം! അവിടെ വന്ന മുഴുവൻ സഹാബികൾക്ക് വിശപ്പ് മാറുന്നത് വരെ നബി തങ്ങൾ വിളമ്പി കൊടുത്തു. എന്നിട്ടും പാത്രത്തിൽ ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. അവശേഷിച്ച ഭക്ഷണം എടുത്ത് പ്രവാചകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചോളൂ, മറ്റുള്ളവരെ സൽക്കരിക്കുകയും ചെയ്തോളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിഥികളെ സൽക്കരിക്കുന്ന നല്ല വരിയിൽ അല്ലാഹു തആല നമ്മളെ ചേർക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.